ഹായ് ഫാമിലി, നമുക്കിന്ന് നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇടാൻ പറ്റിയൊരു ലിപ് ബാം ഉണ്ടാക്കിയാലോ. ചുണ്ടുകളൊക്കെ വരണ്ട് പൊട്ടുന്നത് ഈ ചൂട് സമയത്തും ഒരുപാട് തണുപ്പ് കൂടുന്ന സമയത്തും പതിവാണ്. അതിൽ നിന്നെല്ലാം മോചനമായിട്ട് നമുക്കൊരു നാച്ചുറലായിട്ട് തന്നെ ലിപ് ബാം ഉണ്ടാക്കാം. ഞാനതിന് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അതിൻ്റെ അകത്ത് കേടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി ഒന്ന് ക്ലീനാക്കി എടുക്കാം. നിങ്ങൾക്ക് ഫുൾ ബീട്രൂട്ട് വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ. തൽക്കാലം എനിക്കിത് ഇത്രയും മതി. ബീട്രൂട്ടിൻ്റെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മാറ്റാം. നമ്മുടെ ആവശ്യത്തിന് എത്ര വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ശേഷം അതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ആ അരിഞ്ഞെടുത്ത ബീട്രൂട്ടെല്ലാം കൂടി ഒരു മിക്സിയിൽ ചെറിയ ജാറിയിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്ത ശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒന്നുകിൽ കോട്ടൺ തുണിയിൽ നമുക്ക് അരച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ അരിപ്പിലിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ അതൊന്ന് അരിച്ചെടുക്കുക. നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്കോ ഒരു പാത്രത്തിലേക്ക്, നല്ല കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒന്ന് മാറ്റണം. അത് നമുക്കത് തിളപ്പിക്കാനുള്ളത് അങ്ങനെയുള്ളൊരു പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് വറ്റുന്നത് വരെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ വെള്ളാംശം ഒന്ന് വറ്റി വരണം. ഇപ്പം തന്നെ അത് വറ്റുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ നെയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം. ഏതായാലും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി നന്നായിട്ടൊന്ന് വറ്റി വരണം. ആ വെള്ളമെല്ലാം മാറിയിട്ട് വരണം. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നത്തിക്കൂടി ഡാർക്കായിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു കെമിക്കലും ചേർക്കുന്നില്ല. ആകെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും നെയ്യും മാത്രം മതിയാകും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് നല്ല വിശ്വസിച്ച് പുരട്ടിക്കിടക്കാമല്ലോ അല്ലേ. അങ്ങനെ ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരിത് തിക്നെസ്സൊക്കെ കളറും ഇതുപോലെ ആയിരിക്കും. തണുത്ത് കഴിയുമ്പോൾ ഇതിനെക്കാട്ടും ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തണുത്ത ശേഷം മാത്രം ഒരു ടിന്നിലിട്ട് അടച്ചു വയ്ക്കുക. ഞാൻ തൽക്കാലം ഇത്ര മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഒരു 1.5 മാസത്തിൽ കൂടുതൽ ഇരിക്കും കേട്ടോ, വെളിയിൽ തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.